module. Fourth module and fifth module is purely theoretical aspects. അതിനകത്ത് അങ്ങനെ പ്രോബ്ലമാറ്റിക്കുള്ള സാധനങ്ങളൊന്നും ഇല്ല. സോ ഫോർത്ത് മോഡ്യൂളിൻ്റെ ഈ നോട്ട്സാണ് ഞാനിപ്പം തരുന്നത്. ബാക്കിയുള്ള നോട്ട്സും കൂടെ ഫിഫ്ത്ത് മോഡ്യൂളിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അന്നേരം അതും കൂടെ ഞാൻ ഷെയർ ചെയ്ത് തരും. അന്നേരം മെറ്റീരിയൽ എല്ലാം ഒരുവിധം ആകും. ദെൻ പിന്നെ എങ്ങനെ നമുക്ക് പിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ബാക്കിയുള്ള ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും ഒക്കെ ആയിട്ട് സഹകരിച്ചുകൊണ്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ തരും. കുറച്ച് ക്വസ്റ്റ്യൻ ബാങ്ക് ആയിട്ട് തരും. ആ ക്വസ്റ്റ്യൻ ബാങ്കിലൂടെ യു ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻ ബാങ്ക് ആൻഡ് ഐ തിങ്ക് ദെൻ യു ക്യാൻ ഏബിൾ ടു മാനേജ് ദ എക്സാം. ഞാൻ ഈ പറയുന്നതെല്ലാം എക്സാം മാനേജ് ചെയ്യാനാണ്, മനസ്സിലായി? അന്നേരം അതുകൊണ്ട് നമ്മൾ തരുന്ന കാര്യങ്ങൾ ഇത് പഠിക്കുകയോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. You people have to decide whether you are going to utilize it or not. There is no other option. അന്നേരം പിന്നെ നിങ്ങളെല്ലാം പിടിച്ചിരുത്തി പിന്നെ അസൈൻമെന്റ് ഒരു ദിവസം തന്നെ സബ്മിറ്റ് ചെയ്യിക്കുക. അതിനകത്ത് എനിക്ക് വലിയ വിശ്വാസമുള്ള ആളല്ല. പിന്നെ അത് നമ്മുടെ ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് വിചാരിച്ചെങ്കിൽ മാത്രമേ അതിനകത്ത് റിസൾട്ട് ഉണ്ടാവൂ. അന്നേരം ഇതിനകത്ത് വെൽഡിംഗ് പ്രോസസ് ഇസ് ഫെമിലിയർ ടു മോസ്റ്റ് ഓഫ് യു. അതിനകത്ത് ഞാൻ ഫെമിലിയർ ആണെന്ന് പറയുന്നതിന്റെ കാര്യം ഇറ്റ്സ് എ ജോയിനിങ് പ്രോസസ്. അന്നേരം ഇതൊരു ടൈപ്പ് ഓഫ് മാനുഫാക്ചറിങ് പ്രോസസ്സാണ്. ഇറ്റ്സ് എ ജോയിനിങ് പ്രോസസ്. അന്നേരം അത് നമ്മൾ വെൽഡിങ്ങിന്റെ വളരെ പ്രാഥമികമായിട്ടുള്ള ബേസിക് നോളജ് വി ഹാവ് സ്റ്റഡീഡ് while you are in first year in BME. എനിക്ക് തോന്നുന്നത് BMEയിൽ അത് പഠിച്ചിട്ടില്ലേ കുറച്ച് വെൽഡിംഗ് ഒക്കെ? ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അന്നേരം അത് പോരാ, അതിനൊന്നും ഒരു ഡൗട്ടും വേണ്ട, അത് പോരാ. അന്നേരം ഇവിടെ നമ്മൾ വെൽഡിങ് എന്താണെന്ന് നമുക്കറിയാം. ഇറ്റ്സ് എ ജോയിനിങ് ഓപ്പറേഷൻ, ജോയിനിങ് പ്രോസസ്സാണ്. അത് രണ്ട് മെറ്റലിനെ ജോയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. അതെല്ലാം നമുക്കറിയാം. അന്നേരം നമ്മൾ ആ ടെക്നിക്ക് നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ അതിന് വെൽഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫില്ലർ മെറ്റീരിയൽ ഉപയോഗിക്കും. ചില സ്ഥലങ്ങളിൽ നമ്മൾ ഫില്ലർ മെറ്റീരിയൽ ഉപയോഗിക്കാറില്ല. അന്നേരം ഫില്ലർ മെറ്റീരിയൽ ഉപയോഗിക്കുന്ന ടൈപ്പ് വെൽഡിംഗ് ഉണ്ട്, ഫില്ലർ മെറ്റീരിയൽ ഉപയോഗിക്കാത്ത ടൈപ്പ് മെറ്റീരിയൽ. മോസ്റ്റ് ഓഫ് ദ വെൽഡിംഗ് പ്രോസസ്സ് നമുക്കറിയാം. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അത് ഇറ്റ്സ് എ ആർക്ക് വെൽഡിംഗ് പ്രോസസ്സാണ് നിങ്ങൾ അവിടെ ചെയ്തത്. അന്നേരം ആർക്ക് വെൽഡിങ് മോസ്റ്റ് പ്രോബബിളി ആർക്ക് വെൽഡിങ് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. Because of many reasons, arc welding is one of the important topic. Other than that, നമ്മളുടെ പ്രാക്ടിക്കലി നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തതും കൂടെ ആയതുകൊണ്ട് അതിനകത്ത് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അന്നേരം ആർക്ക് വെൽഡിങ് നമ്മൾ പ്രാക്ടിക്കലി ഒരു 3-4 ബാച്ചുകളെങ്കിലും ആർക്ക് വെൽഡിങ് ചെയ്ത് കാണും. അന്നേരം അവിടെയുള്ള വെൽഡിങ് ഡിഫക്ട്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ നിന്ന് നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്ത്. അന്നേരം ആ നോളജ് ഈസ് യൂസ് ഫോർ പ്രിപ്പയറിംഗ് ഫോർ ദ എക്സാമിനേഷൻ. അന്നേരം അത്ര കിട്ടിയിരിക്കുന്ന അത്രയും നോളജ് വെച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അന്നേരം ഇവിടെ ഞാൻ തന്നിട്ടുള്ള നോട്ട്സ് അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള നോട്ട്സ് ആണ്. ആ നോട്ട്സിനകത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിനകത്ത് ചില പിന്നെ അത് PDF ഒക്കെ ആയിട്ട് മാറ്റുമ്പോഴായി വന്നതായിരിക്കാം, ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. സ്ലാഗിന് ചിലടത്ത് സ്ലാഗ് എന്ന് എഴുതിയിരിക്കും, ചിലടത്ത് SLUG എന്ന് എഴുതും. അന്നേരം ഇതെല്ലാം സ്ലാഗാണ് നമ്മൾ മനസ്സിലാക്കണം. അന്നേരം അത് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അങ്ങനെ ചില മൈനറായിട്ടുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് KTU നോട്ട്സ് ഡൗൺലോഡ് ചെയ്തെടുത്തപ്പോഴൊക്കെ സംഭവിച്ചതായിരിക്കാം. അന്നേരം അത് നമ്മൾ അത് മിസ്റ്റേക്ക് ആണെന്ന് നമ്മളത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കണം. വായിച്ചു നോക്കിയെങ്കിലേ മനസ്സിലാവും. അന്നേരം വെൽഡിങ്ങിൽ നമുക്കറിയാം, വെൽഡിങ്ങിൽ പലപ്പോഴും നമ്മൾ വെൽഡ് ചെയ്യുന്നത് ഇപ്പൊ ഹീറ്റാക്കാതെ വെൽഡ് ചെയ്യാൻ പറ്റത്തില്ല. ഹീറ്റാക്കാതെ വെൽഡ് ചെയ്യുന്നതും ഉണ്ട്, ഹീറ്റില്ലാതെ വെൽഡ് ചെയ്യുന്നതും ഉണ്ട്. എന്നാലും അവിടെ അതിലും കെമിക്കൽ പ്രോസസ്സ് നടന്ന് ഹീറ്റ് ഈസ് ജനറേറ്റഡ്. നിങ്ങൾ ഏത് ടൈപ്പ് വെൽഡിങ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിൽ ഓർമ്മ ഉണ്ടാവുക. കാര്യം that type of welding you have studied.
അന്നേരം അതുകൊണ്ട് ആ ടൈപ്പ് വെൽഡിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ പിന്നെ ഫസ്റ്റ് ഇയറിൽ. അത് നമ്മുടെ റെയിൽവേ ട്രാക്ക് ഒക്കെ വെൽഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്കാണ്. അന്നേരം നിങ്ങൾക്ക് അതിന്റെ പേര് നിങ്ങൾക്ക് അറിയാമായിരിക്കും, തെർമിറ്റ് വെൽഡിങ്. അന്നേരം അത് പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, അന്നേരം ഒരു ഫിൽട്ടർ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ഉപയോഗിക്കാത്തത് കൊണ്ട് എല്ലായിടത്തും ഹീറ്റ് വേണം. പിന്നെന്ത് വേണം? ജോയിൻ ചെയ്യാനായിട്ട് പ്രഷറും വേണം. ഇതാണ് വെൽഡിങ്ങിന്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി ഇതല്ലാത്ത പിന്നെ വെൽഡിങ് ടൈപ്പ് വെൽഡിങ് ഒക്കെ ഉണ്ട്. നമ്മള് പിന്നെ ടങ്സ്റ്റൺ വെൽഡിങ്, ടിഗ്, മിഗ്, അന്നേരം അതാണ് ലേറ്റസ്റ്റ് ആയിട്ട്. പിന്നെ ടിഗ് മിഗ് ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ആണ്. അതെല്ലാം ഈ നോട്ട്സിനകത്തുണ്ട്. അന്നേരം നിങ്ങൾ ഇത് നിങ്ങൾ നോക്കണം. അപ്പൊ നമ്മളിപ്പോ ഞാനതിപ്പോ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാറിന് ഒന്ന് ഷെയർ ചെയ്യാം. ഇതിനകത്ത് തന്നെ അവർ ആദ്യം they have given the definition of welding. വെൽഡിങ്ങിന്റെ ഡെഫിനിഷൻ നോക്കിയാൽ, വെൽഡിങ് എന്ന് പറഞ്ഞ പ്രോസസ് സെയിം ഫണ്ടമെന്റൽ ടൈപ്പ് ഓർ ക്ലാസ് ആർ brought together and caused join through the formation of primary chemical bonds under the combined action of heat and pressure. ഇനി ഒരു പക്ഷേ ഇന്റർവ്യൂവിനൊക്കെ നമ്മളിത് ചോദിക്കാൻ പറ്റും, വാട്ട് ഈസ് വെൽഡബിലിറ്റി? ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, ഇല്ല, സ്ക്രീൻ ഷെയർ ചെയ്യാണോ? സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് കാണാൻ പറ്റില്ല? ഇല്ല. നോക്കട്ടെ. ഇപ്പൊ കാണാവോ? അന്നേരം ഞാൻ ഇത് കണ്ടെന്നും പറഞ്ഞ വെൽഡിങ്ങിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അന്നേരം വെൽഡിങ് എന്ന് പറയുന്നത്, ആരെങ്കിലും വെൽഡിങ് വാട്ട് ഈസ് വെൽഡിങ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ക്ലാസ് ബ്രോട്ട് ടുഗദർ, രണ്ടെണ്ണം ഒന്നിച്ചു കൊണ്ടുവരിക, കോസ്റ്റ് ജോയിൻ ബൈ ദ കമ്പൈൻഡ് ആക്ഷൻ ഓഫ് ഹീറ്റ് ആൻഡ് പ്രഷർ. അതാണ് വെൽഡിങ്ങിന്റെ ഡെഫിനിഷൻ. വെൽഡബിലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇത് ഇന്റർവ്യൂവിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് വെൽഡബിലിറ്റി? Weldability of a metal is usually defined as capacity to weld. Its capacity to be welded into a specific structure that has certain properties and characteristics എന്തിനാണ് will satisfactorily meet service requirements. satisfactorily meet service requirements. ഇത് ഓരോ സർവീസ് റിക്വയർമെന്റ്, ഇപ്പൊ നമ്മള് വെൽഡിങ് വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ ഷിപ്പ് ബിൽഡിങ്ങിന് വെൽഡിങ് ഭയങ്കര എക്സ്റ്റെൻസീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഷിപ്പ് ബിൽഡിങ്ങില് വെൽഡിങ്ങിന്റെ ഇസ് എ സ്പെഷ്യലൈസ്ഡ് സബ്ജക്ട്. അന്നേരം നമുക്ക് ഞാൻ സ്പെഷ്യലൈസ്ഡ് സബ്ജക്ട് എന്ന് പറഞ്ഞപ്പം ചില ആൾക്കാര് പിന്നെ നമ്മള് പുറത്തൊക്കെ ജോലി ചെയ്യാൻ പോലും, എന്നാൽ ഇന്ത്യക്ക് വെളിയിലൊക്കെ ഇന്ത്യക്കകത്തായാലും ശരി, വെൽഡിംഗ് ഇൻസ്പെക്ടർ എന്നൊക്കെ പറഞ്ഞ പോസ്റ്റുകളുണ്ട്. വെൽഡിംഗ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹൈലി പെയ്ഡ് ജോബ്. നോർമലി ആ ജോബ് എന്തോ പറയുന്ന ജോബിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ദ വെൽഡിംഗ് ഇൻസ്പെക്ടർ ഈസ് ഓതറൈസ്ഡ് ടു ചെക്ക് ദ വെൽഡ് ആൻഡ് ഗിവ് സർട്ടിഫിക്കേഷൻ. ദി സർട്ടിഫിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്ന് പറഞ്ഞാൽ വെൽഡിന്റെ സ്റ്റാൻഡേർഡും അതിന്റെ ക്വാളിറ്റിയും എൻഷുർ ചെയ്തോട്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം. ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന വെൽഡിംഗ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. സോ അതിന് ദർ ഇസ് എ സർട്ടൺ എക്സാം. യു ഹാവ് ടു റൈറ്റ് ദ എക്സാം, യു ഹാവ് ടു ക്ലിയർ ദ എക്സാം, then you will get the certificate. So then you are an inspector. It's a highly paid job. അതായത് നിങ്ങൾ ആ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് വളരെ വലിയ വാല്യൂ ഉണ്ട്. ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഷിപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഷിപ്പിന് നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തെങ്കിൽ മാത്രമേ ആ ഷിപ്പ് പിന്നെ കമ്മീഷൻ ചെയ്യാൻ പറ്റൂ. സോ യുവർ ഒപ്പീനിയൻ ആൻഡ് യുവർ എക്സ്പെർട്ടൈസേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഓവർ ദ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെൽഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്പെഷ്യലൈസ്ഡ് സബ്ജക്ട് ആൻഡ് ഇറ്റ്സ് എ വെൽഡിംഗ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് ജോബാണ്.
So most of the time the welding is depending upon the skill of the worker. വർക്കറിന്റെ സ്കില്ലും അതിന് വലിയ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. സോ ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ഡൂയിങ് മെറ്റൽ ആർക്ക് വെൽഡിങ്, അത് നിങ്ങൾ ആർക്ക് വെൽഡിങ് നിങ്ങൾ എല്ലാവരും ചെയ്തതാണ്. അന്നേരം ആർക്ക് വെൽഡിങ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാം, ഡിപ്പെൻഡിങ് അപ്പോൺ ദി സ്കിൽ ഓഫ് ദ പേഴ്സൺ ദ ക്വാളിറ്റി ഓഫ് ദ വെൽഡ് വിൽ വേരി. അന്നേരം അത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയവരാ. മനസ്സിലായോ? ഇനി അന്നേരം നമ്മൾ നോക്കിയ അന്നേരം വെൽഡബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാം. ഈസ് കപ്പാസിറ്റി ടു ബി വെൽഡ് എന്തിന് ഇൻടു എ സ്പെസിഫിക് സ്ട്രക്ചർ. That specific structure has certain properties and characteristics. എന്തിന് properties and characteristics will satisfactorily meet the service conditions, or service requirements. അന്നേരം നമ്മള് ഇനി ഇത് ഈ നോട്ട്സിനകത്ത് അടുത്ത പറഞ്ഞിരിക്കുന്നത്, നമ്മളൊരു വെൽഡ് അവിടെ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അന്നേരം അതിന്റെ ഹീറ്റ് എഫക്ട് HAZ, ക്യാപിറ്റൽ H ക്യാപിറ്റൽ A ക്യാപിറ്റൽ Z, HAZ, ഹീറ്റ് അഫക്റ്റഡ് സോൺ എന്ന് പറയുന്നത്. ഹീറ്റ് അഫക്റ്റഡ് സോണിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. വൈൽ യു ആർ ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോഴും ഇനി അത് കൂൾ ചെയ്യുമ്പോഴും അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ മാറും എന്ന് നമുക്കറിയാം. ദാറ്റ്സ് വാട്ട് യു ഹാവ് സ്റ്റഡീഡ് മെറ്റലർജി. പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഓരോ ഹീറ്റ് അഫക്റ്റഡ് സ്റ്റോണിലും ഗ്രെയിൻ സ്ട്രക്ചർ മാറും. ഗ്രെയിൻ സ്ട്രക്ചർ മാറുന്നതനുസരിച്ച് ഓരോ ഗ്രെയിൻ സ്ട്രക്ചറിലും മെറ്റലിന്റെ പ്രോപ്പർട്ടീസ് വ്യത്യാസം വരും. ഇനി നമ്മൾ മെറ്റല് ചൂടാക്കി തണുപ്പിക്കുമ്പോൾ, കൂൾ ചെയ്യുമ്പോൾ അതിന്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യും. അന്നേരം അതിനെ നമ്മൾ പെട്ടെന്ന് തണുപ്പിക്കുന്ന പോലെ അല്ല, ഗ്രാജുവലി തണുപ്പിച്ചാലുള്ള പ്രോപ്പർട്ടീസ് വ്യത്യാസം വരുന്നത്. സോ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം യു പീപ്പിൾ ആർ സ്റ്റഡി. അന്നേരം ഇവിടെയും ചൂടാക്കുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, യു ആർ ഗിവിങ് ഹീറ്റ്. അന്നേരം ഹീറ്റ് കൊടുക്കുകയും ചെയ്യും, പ്രഷർ കൊടുക്കുകയും ചെയ്യും. അന്നേരം ഹീറ്റ് കൊടുക്കുമ്പോൾ ഇതിന്റെ ഹീറ്റ് അഫക്റ്റഡ് സോൺ. സോ അന്നേരം അവിടെ ചൂടാക്കുമ്പോൾ ആ മെറ്റലിന്റെ ജോയിൻ ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങളും ഹീറ്റ് അഫക്ട് ചെയ്യുന്ന സോണിലും ഗ്രെയിൻ സ്ട്രക്ചറിൽ വ്യത്യാസം ഉണ്ടാകും. ആ ഗ്രെയിൻ സ്ട്രക്ചറിന്റെ വ്യത്യാസമാണ് ഹീറ്റ് അഫക്റ്റഡ് സോണിലെ ഡിഫറൻസുകൾ പറയുന്നത്. അന്നേരം വെൽഡിങ്ങില് HAZ ഹീറ്റ് അഫക്റ്റഡ് സോണിന്റെ പെക്യുലിയാരിറ്റീസ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യം. സോ ഇതിനകത്ത് നമുക്ക് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് എ ബേസ് മെറ്റൽ, ദെൻ എ വെൽഡഡ് സോൺ, ദെൻ എ ഹീറ്റ് അഫക്റ്റഡ് സോൺ. അതെല്ലാം ഫിഗറിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അന്നേരം പിന്നെ ടെമ്പറേച്ചറും ആയിട്ടുള്ള ഗ്രാഫ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം ഉള്ള ഒരു ഗ്രാഫ് പറഞ്ഞിട്ടുണ്ട്. So characteristics of a typical fusion weld zone in oxy-fuel gas and arc welding. Oxy-fuel gas ഉപയോഗിച്ചിട്ട് ആർക്ക് വെൽഡിങ്ങിന്റെ കാര്യമാണ് ഈ ഹീറ്റ് അഫക്റ്റഡ് സോണിൽ മെയിൻ ആയിട്ട് പറയുന്നത്. അന്നേരം നമുക്ക് വി ഹാവ് എ ബേസ് മെറ്റൽ ഉണ്ട്, ഹീറ്റ് അഫക്റ്റഡ് സ്റ്റോൺ ഉണ്ട്, വെൽഡ് മെറ്റൽ ഉണ്ട്. A joint is produced without a filler metal is called autogenous. അത് ആട്ടോജനസ് എന്തെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞാൽ ഫില്ലർ മെറ്റീരിയൽ ഉപയോഗിക്കുന്നില്ല. ജോയിന്റ് പ്രൊഡ്യൂസ്ഡ് വിത്തൗട്ട് എ ഫില്ലർ മെറ്റൽ. ഇനി സോൾഡിഫിക്കേഷൻ ഓഫ് ദ വെൽഡ് മെറ്റൽ, അവിടെ ഹീറ്റ് അഫക്റ്റഡ് സോളിന്റെ സാധനം എല്ലാം വരുന്നത്. So after the application of heat, the introduction of the filler metal into the weld zone, the weld zone is allowed to cool to ambient temperature. Adani ശേഷം the solidification process is similar to that in casting. അന്നേരം കാസ്റ്റിംഗിലും ഇതേ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ നോക്കിയാൽ ഗ്രെയിൻ സ്ട്രക്ചർ ഒക്കെ മാറും. അത് വെച്ച് അതിന്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യും. So the solidification process is similar to that in casting and begins with the formation of columnar grains.
ആ ഗ്രെയിനിന്റെ കാര്യങ്ങൾ പറയാം. These grains are relatively long and form parallel to the heat flow. ഇത് എഴുതണം. Because of the metals are much better heat conductors than the surrounding air, the grains lie parallel to the plane of the two components being welded. ഈ പോയിന്റ്സ് ഒക്കെ എഴുതണം അവിടെ. The solidification process is similar to casting and begin with the formation of columnar dendritic grains. Dendritic grains are ഉണ്ടാവുന്നത്. Because of the metals are much better heat conductors than the surrounding air, the grains lies parallel to the plane of the two components being welded. The columnar grains in fusion zone, coarse grains in heat affected zone, grains in HIS near the weld interface, finer grains heat affected zone away from weld interface. So this is original work grains. നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ എടുത്ത് വെച്ചിട്ട് നോക്കിയാൽ this is the typical grain structure. ഹീറ്റ് അഫക്റ്റഡ് കറക്റ്റ് ഫ്യൂഷൻ സോണിൽ കോളമിനാർ ഗ്രെയിൻ ആണ് ഉണ്ടാവുന്നത്. അന്നേരം നമ്മൾ ഈ ഹീറ്റ് അഫക്റ്റഡ് സോണിന്റെ പ്രത്യേകത ചോദിക്കുമ്പോൾ ഇതൊക്കെ വരയ്ക്കണം. ഇത് വരച്ചത് പറയണം. ഇത് വരച്ചാൽ തന്നെ ആൾക്കാര് നിങ്ങൾക്ക് അറിയാം ഇന്ന് ധരിച്ചോളൂ. വരയ്ക്കാന്ന് പറഞ്ഞാൽ കോളമിനാർ സ്ട്രക്ചർ വരയ്ക്കണം, കോസ് ഗ്രെയിൻസ് വരയ്ക്കണം, ഫൈനർ ഗ്രെയിൻസ് വരയ്ക്കണം. മനസ്സിലായോ? കോസ് ഗ്രെയിൻ എവിടെ ഉണ്ടാകുന്നു? കോസ് ഗ്രെയിൻസ് ഇൻ HIS ഹീറ്റ് അഫക്റ്റഡ് സോൺ നിയർ വെൽഡ് ഇന്റർഫേസിന്റെ അടുത്താണ് കോസ് ഗ്രെയിൻ. ഫൈനൽ ഗ്രെയിൻസ് അത് എവേ ഫ്രം ദി വെൽഡ് ഇന്റർഫേസ്. ഒറിജിനൽ വർക്ക് ഗ്രെയിൻസ് നോക്കേ, ഒറിജിനൽ വർക്ക് ഗ്രെയിൻസ്. ഇതിന്റെ എക്സ്പ്ലനേഷൻ എഴുതണം. Grain structure and grain size depend on the specific metal alloy, the particular welding process employed and the type of filler metal. Because it begin a molten state, the weld metal basically has a cast structure, and since it has cooled slowly, അതുകൊണ്ട് കോസ് ഗ്രെയിൻസ് ഉണ്ട്. ഇറ്റ് ഹാസ് കോസ് ഗ്രൈൻസ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോൺസിക്വന്റ്ലി ദി സ്ട്രക്ചർ ജനറലി has low strength, toughness and ductility. These are the ഈ ടെക്നിക്കൽ ടേംസ് എല്ലാം അതിനകത്ത് വരണം. ഹീറ്റ് അഫക്റ്റഡ് സോണിനെ കുറിച്ച് എഴുതാം. ഹീറ്റ് അഫക്റ്റഡ് സോൺ ആണ് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത്. ഇത് ഹീറ്റ് അഫക്റ്റഡ് സോൺ വിതിൻ ദി ബേസ് മെറ്റൽ ഇറ്റ്സെൽഫ്. ഇറ്റ് ഹാസ് എ മൈക്രോസ്ട്രക്ചർ ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഓഫ് ദ ബേസ് മെറ്റൽ പ്രയർ ടു വെൽഡിംഗ്, because it has been temporarily subject to elevated temperature during welding. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ഈ ഹീറ്റ് അഫക്റ്റഡ് സോണിന്റെ ഈ സ്ട്രക്ചറിന് വ്യത്യാസം വരുന്നത്. ഇത് അതിന്റെ ഫിഗറും വരച്ച് ഈ പറയുന്ന നോട്ട്സ് വായിച്ചിട്ട് അതിന്റെ നിങ്ങൾ പിന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. നോട്ട്സ് എന്തെങ്കിലും ഒന്ന് പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ ഇതെന്തെങ്കിലും ഒന്ന് പഠിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇത് നോക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പക്ഷെ നിങ്ങൾ അന്നേരം ചെയ്യേണ്ടുന്നത് ബുക്ക് എടുക്കണം, ഹീറ്റ് അഫക്റ്റഡ് സോണിന്റെ ഫിഗർ വരയ്ക്കണം, അവിടുത്തെ ഗ്രെയിൻ സ്ട്രക്ചറിന്റെ വ്യത്യാസങ്ങൾ അതിനകത്ത് വരയ്ക്കണം, അത് എഴുതണം, എന്താണത് എന്ന് പറയുക. ഇത്രയും സാധനങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നോട്ട്ബുക്കിനകത്ത് എഴുതി വെക്കണം. ഇത് ചെയ്തെങ്കിൽ ഇതിന് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് വെറുതെ നമുക്ക് വർത്താനം പറയാനേ പറ്റും. നമ്മള് പിന്നെ ഓൺലൈൻ ക്ലാസ് കേട്ടോണ്ടിരിക്കുമ്പം നമ്മുടെ അവസ്ഥ എന്തോന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മളുടെ രീതികളും നമുക്ക് അതിനകത്ത് നമ്മൾ എത്രത്തോളം ഇൻവോൾവ് ചെയ്യുന്നുള്ള കാര്യമൊക്കെ ഇപ്പൊ എനിക്ക് ഇതിന്റെ വേറെ ഒരു എൻഡിൽ ഇരുന്നിട്ട് അതൊന്നും മേക്ക് ഷുവർ ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായി? അതുകൊണ്ട് നിങ്ങളിത് ചെയ്യേണ്ടുന്നത് ബുക്ക് എടുക്കണം, ഈ ഹീറ്റ് അഫക്റ്റഡ് സോൺ വരയ്ക്കണം, ഗ്രെയിൻ സ്ട്രക്ചർ എല്ലാം അതിനകത്ത് മാർക്ക് ചെയ്യണം. ഗ്രെയിൻ സ്ട്രക്ചറിനെ കുറിച്ച് ചെറിയ 1-2 സെന്റൻസിൽ എഴുതാൻ ഇത് ചെയ്യാം. ഇനി അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നത് ഇത് ഇറ്റ്സ് ആൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ വെൽഡിംഗ് ഡിഫക്ട്സ്? നിങ്ങൾ ആ വെൽഡിംഗ് ഡിഫക്ട്സ് എന്താന്നൊക്കെ ഉള്ള കാര്യം നമ്മൾ അന്നേരം ക്ലാസ്സിൽ നമ്മൾ പിന്നെ അവിടെ തന്നെ അത്
ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു, ഉണ്ടായിരുന്നെന്ന് എൻ്റെ ഓർമ്മ. അവിടെ ഒരു ബോർഡിൽ വെൽഡിംഗ് ഡിഫക്ട്സ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അന്നേരം നമ്മൾ നോക്കിയ പൊറോസിറ്റി, ഇറ്റ്സ് എ വെൽഡിംഗ് ഡിഫക്ട്. ഇത് മേ ബി സ്ലാഗ് ഇൻകൾഷൻസ്, incomplete fusion and penetration, weld profile, cracks. ഈ ക്രാക്ക് ഒരു പക്ഷേ, ഞാൻ ഈ ക്രാക്കിലോട്ട് എത്തിയത്, ഈ ക്രാക്ക് ഒരു പക്ഷേ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് കാണും. അവിടെ വെൽഡ് ചെയ്യുമ്പോൾ ക്രാക്ക് ഉണ്ടാവുന്നത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് കാണും. അന്നേരം ക്രാക്ക് generally is result from a combination of the following factors: temperature gradients that cause thermal stresses in the weld zone. നമുക്കറിയാം, variations in the composition of the weld zone that cause different rates of contraction during cooling. അങ്ങനെ ക്രാക്ക് ഉണ്ടാകുന്ന ഒരു കാര്യം. Then embrittlement of grain boundaries caused by the segregation of such elements as sulfur to the grain boundaries and occurring the solid liquid boundary moves when the weld metal begins to solidify. സൾഫറിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ സോളിഡിഫൈ പ്രശ്നം, ഹൈഡ്രജൻ എംബ്രിറ്റിൽമെന്റ്, ഇന്നബിലിറ്റി എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഗ്യാസ് ഉപയോഗിച്ചിട്ടുള്ള പിന്നെ വെൽഡിങ്ങിന്റെ കാര്യം പറയാം, വേരിയസ് ഫോംസ് ഓഫ് വെൽഡിംഗ് ക്രാക്സ്. ക്രാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, മനസ്സിലായി. ഇത് നമ്മൾ ഒരു പക്ഷേ എക്സ്പീരിയൻസ്, അതുകൊണ്ടാണ് ഞാനത് ക്രാക്സിലോട്ട് പെട്ടെന്ന് വന്നത്. ഇറ്റ്സ് എ വെൽഡിംഗ് ഡിഫക്ട്. വെൽഡിംഗ് ഡിഫക്ട്സ്, കാസ്റ്റിംഗ് ഡിഫക്ട്സ് എക്സാമിന് ചോദിച്ച പോലെ തന്നെ വെൽഡിംഗ് ഡിഫക്ട്സും ചോദിക്കാം. എന്താണ് പൊറോസിറ്റി? പൊറോസിറ്റി ഇൻ വെൽഡ്സ് മേ കാസ്റ്റ്, നമുക്കറിയാം ഗ്യാസ് റിലീസ് ചെയ്യുമ്പോഴാണ് പോറസ് ആവുന്നത്. നമ്മൾ ഗ്യാസ് വെച്ചിട്ട് അവിടെ ഹീറ്റ് ഉണ്ടാക്കി, അതുകൊണ്ടാണ് ഗ്യാസസ് റിലീസ് ഡ്യൂറിങ് മെൽറ്റിംഗ് ഓഫ് ദ വെൽഡ് ഏരിയ ബട്ട് ട്രാപ്പ് ഡ്യൂറിങ് സോളിഡിഫിക്കേഷൻ. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. improved welding techniques such as preheating the weld area or increasing the rate of heat input, അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. Proper cleaning and the prevention of contaminants from entering the weld zone, reduced welding speeds to allow time for gas to escape. ഇതെല്ലാം പൊറോസിറ്റി, വെൽഡിങ്ങില് പൊറോസിറ്റി പോറസ് ആവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, ഹോമോജീനിയസ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, അന്നേരം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഇത് എല്ലാവരും നോട്ട്സ് എല്ലാവരും നോക്കണം. ഞാൻ ക്ലാസ് നിർത്താൻ പോവാണ്. നോട്ട്സ് എല്ലാവരും നോക്കണം. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ലെന്നൊക്കെ എനിക്കറിയാം. ഇന്ന് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കും. ഇന്ന് ഞാൻ തരുന്ന 2 പിന്നെ കാര്യം എക്സർസൈസ് എന്തെന്ന് വെച്ചാൽ, ദയവ് ചെയ്ത് വെൽഡിങ് എന്താണെന്ന് എഴുതണം, വെൽഡബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കണം, ഹീറ്റ് അഫക്റ്റഡ് സോണിന്റെ പടവും ഇത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പിന്നെ ഇത് കാണിക്കാൻ പറയും. അതിന് ക്യാമറ ഓൺ ചെയ്ത് തന്നെ കാണിക്കണം, നോട്ട്സിൽ ഇത് ഉണ്ടോന്നുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുള്ളൂ, മനസ്സിലായി. ഹീറ്റ് അഫക്റ്റഡ് സോൺ എന്താണെന്ന് എഴുതണം, അതിന്റെ പടം വരയ്ക്കണം, അതിന്റെ ചെറിയൊരു നോട്ട്സ് അവിടെ ഉണ്ടാവും. പിന്നെ വെൽഡിംഗ് ഡിഫക്ട്സ്, ഏതൊക്കെയാണ് വെൽഡിംഗ് ഡിഫക്ട്സ് എന്നുള്ള കാര്യങ്ങൾ എഴുതണം. വെൽഡിംഗ് ഡിഫക്ട്സിന്റെ റീസണും അത് എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും, ഇത്രയും കാര്യങ്ങൾ പിന്നെ അടുത്ത ദിവസത്തെ ഞാൻ ആൾക്കാരെ പേര് വിളിച്ചിട്ട് നോട്ട്സ് കാണിക്കാൻ പറയും. അന്നേരം അത് അതിനകത്തുണ്ടാവണം. വെള്ളിയാഴ്ച ഇനി ക്ലാസ് ഉള്ളൂ, അതിനിടയ്ക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യുക. പ്ലീസ് ഡു ഇറ്റ്. നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്പേഴ്സ് എന്ന് പറഞ്ഞേ. Sir, 1%. 2%. ഓക്കെ, 3. ഞാനേ ഇതിനകത്ത് ഒരുപാട് ഓക്കെ 3. ഇപ്പൊ എല്ലാം ഒരു ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. 3 ഇല്ലല്ലോ, 4 ഉണ്ട്. 5. 3%. 5. 6. 7. പറഞ്ഞോ. 8. 9%, sir. 9. 8. 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
10. 12%, sir. ആരെ? 13%, sir. Okay, 14. 14 ഉണ്ട്. 15. 15. 16. 16%, sir. 17. 17. 18. Present, sir. 19. 19%, sir. 20. 20%, sir. 21. 21% ആണ്. 22%, sir. 23%, sir. 24. 25. 24%. 25. 26. 25%. 26%. 27. 27. 28. 28%. 29. 29. 30. 30%, sir. 31. 31. 32%. 33. 30%. 34. Sir, 27%. 27 ഉണ്ട്. ഓക്കെ. 34. 36. 34. 35. 36. 36. 37. 38. 39. 40. Ah. 41. Okay. 42. Okay. 43. Okay. 44. Okay. 45. 45. 46. 47. 48. 48. 49. 49. 49. സർ 45% ആണ്. മൈക്ക് ഇഷ്യൂ ഓൺ ആയിരുന്നില്ല. Okay. 49. So 49%. 50. 50%. 51. 52, sir. 53. 53, sir. 54. 55 സർ. 56. 57. 58. 58, sir. 58. 59. 59, sir. 60. 60%, sir. 61. 61%, sir. 62. 62%, sir. 63. 63. 64. 65. 66. 67. 68. 68. 69. 7%, sir. 70. 70. 71. 71. 72. 73. 74. Sir, 10%. ഓക്കെ. നമ്പർ 5 ഉണ്ടായിരുന്നോ? 5 ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നില്ല. എനിക്ക് മെസ്സേജ് 5%. Sir. 34. സർ 15% ആണ്. 34 ഉണ്ടോ? 34. ആരുടെ ബൈക്കിനകത്തിരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നേ? മൈക്കെങ്കിലും ഓഫ് ചെയ്യാൻ പറയാം. 34. 64. Sir, 74. Sir, 34 ഉണ്ടായിരുന്നു. ശരി. Sir, 64%. 65. 65, 67 ഉണ്ടോ? Sir, 64%. ഓക്കെ, അത് സമ്മതിച്ചു. 65, 67 ഉണ്ടോ? സർ 65 ഉണ്ടായിരുന്നു. നെറ്റ് ഇഷ്യൂ കാരണം പോയത്. ശ്രവണ 67. ഓ, സമ്മതിച്ചു. 67. ഇനിയിപ്പോൾ ആരും ഇല്ലാതില്ല. ഇപ്പം ആകെ 67 മാത്രമേ ഉള്ളൂ അർജന്റായിട്ട് എനിക്ക് ഇതിനകത്ത് ഉള്ളത്. ഇനി അയാളെയും കൂടെ ഉണ്ടെങ്കിൽ അയാൾ മെസ്സേജ് അയക്കാൻ പറയാം. ഈ പറഞ്ഞത് ചെയ്യണം. ഓക്കെ. Okay, sir. Yes, sir. Thank you, sir. Thank you, sir. താങ്ക് യു.